ഹലോ മൈ ഡിയർ മക്കളെ, മൈ ഡിയർ എക്സാം വിന്നർ ഫാമിലി. അറിയാലോ, നിങ്ങളുടെ സ്വന്തം അർജുൻ സാറാണ്. മക്കളെ, നമ്മൾ അപ്രീസിയേഷൻ എഴുതുമ്പോഴും സമ്മറി എഴുതുമ്പോഴും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. ഫിഗർ ഓഫ് സ്പീച്ചുകൾ അല്ലേ? അത്തരത്തിലുള്ള ചില ഫിഗർ ഓഫ് സ്പീച്ചുകൾ നമുക്കൊന്ന് അടിപൊളിയായിട്ട് പഠിച്ചാലോ? അങ്ങനെയാകുമ്പോൾ നമുക്ക് മറ്റ് ഫിഗർ ഓഫ് സ്പീച്ചുകളും ഇവരൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനും സാധിക്കും. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് പഠിക്കാൻ പോകുന്നത്, മെറ്റഫർ. പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് മെറ്റഫർ എന്നുള്ളത്. പക്ഷെ അതിനൊരു ക്ലിയർ മീനിങ് പലർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വീഡിയോയോടുകൂടി നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെറ്റഫർ ആണ്. അതിനു മുന്നേ സാറിന് മക്കളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം എക്സാമിനറിൽ ഒരു ദിവാലി ഓഫർ നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പ്രൈസ് ഡിഫറൻസിന് എക്സാമിനറിൻ്റെ ആൽഫ ബാച്ച് മെമ്പർ ആവാൻ സാധിക്കും. അതുമാത്രമല്ല, മുൻപ് എടുത്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സുകളുടെയൊക്കെ റെക്കോർഡിങ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളിൽ കുറേ പേര് യുവജനോത്സവവും അതുപോലെ ശാസ്ത്രമേളയൊക്കെ കാരണം ഒരുപാട് ക്ലാസ്സുകൾ മിസ്സായി പോയിട്ടുള്ള ആളുകളാണ്. അതിനൊക്കെ ഒരു പരിഹാരം എന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം തന്നെ ആൽഫ ബാച്ച് മെമ്പർ ആവാൻ സാധിക്കും. ഒന്നും ചെയ്യാൻ അധികമില്ല. താഴെ കാണുന്ന നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ വലിയൊരു പ്രൈസ് ഡിഫറൻസിന് ആൽഫ ബാച്ച് മെമ്പർ ആവാൻ സാധിക്കും. ഓക്കെ, അതുപോലെ മക്കളെ, നമുക്ക് മെറ്റഫറിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് മക്കളെ മെറ്റഫർ എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ തമ്മിലുള്ള ഒരു സാദൃശ്യം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒന്ന് മറ്റൊന്നാണ് എന്ന് നമ്മൾ വർണ്ണിക്കുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ ചെറിയൊരു സാദൃശ്യം കൊണ്ട് ഒന്ന് മറ്റൊന്നാണെന്ന് നമ്മൾ ഡയറക്റ്റ്ലി അങ്ങ് വർണ്ണിക്കുന്നു അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ക്ലാസ് ടീച്ചർമാരൊക്കെ വന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ ബഹളമുള്ളപ്പോൾ വന്ന് പറയാറില്ലേ, ഈ ക്ലാസ് ചന്തയാണ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെല്ലാവരും ചന്തയിലാണെന്നാണോ? അല്ല, നമ്മുടെ ക്ലാസ് റൂമിൽ എങ്ങനെയാണ്, വളരെയധികം ബഹളമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ടീച്ചർ പറയാണ് ഈ ക്ലാസ് റൂം ഒരു ചന്തയാണ് എന്ന്. ഇവിടെ ക്ലാസ് റൂം ഒരു ചന്തയാണ് എന്ന് പറയുന്നത് മെറ്റഫറാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഈ ക്ലാസ് റൂം ഒരു ചന്ത പോലെയാണ് എന്ന് പറയുന്നത് മെറ്റഫർ അല്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മറ്റൊന്നാണ് എന്ന് നമ്മൾ ഡയറക്റ്റ്ലി അങ്ങ് പ്രഖ്യാപിക്കുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ചില എക്സാമ്പിളുകളോടെ നോക്കിയാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കിക്കേ, ടൈം ഇസ് എ തീഫ് എന്നാ പറയുന്നത്. സമയം കള്ളനാണ് എന്ന്. സമയത്തിന് അങ്ങനെ മനുഷ്യനെ പോലെ വന്ന് കട്ടുകൊണ്ട് പോകാൻ പറ്റുമോ വല്ല കാര്യങ്ങളും? ഇല്ല. പക്ഷേ എന്താണ്, നമ്മുടെ നല്ല ഒരുപാട് നിമിഷങ്ങളും മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സമയം കവർന്നുകൊണ്ട് പോകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, വർണ്ണിക്കുകയാണ്, സമയം ഒരു കള്ളനാണ് എന്ന്. ഇവിടെ നമ്മൾ സമയം കള്ളനെ പോലെയാണ് എന്നല്ല പറയുന്നത്, സമയം കള്ളനാണ്, ടൈം ഇസ് എ തീഫ് എന്നാണ് പറയുന്നത്. അതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ പോലെയുള്ള കണക്കെ എന്നൊന്നും യൂസ് ചെയ്യാതെ, ലൈക്ക് ഓർ ആസ് യൂസ് ചെയ്യാതെ ഒന്ന് മറ്റൊന്നാണെന്ന് നമ്മൾ ഡയറക്റ്റ്ലി അങ്ങ് പറഞ്ഞു വെക്കുന്നത് മെറ്റഫറാണ്. ഒരെണ്ണോടെ നോക്കിയാലോ, ഹി ഈസ് ദ ആപ്പിൾ ഓഫ് മൈ ഐ. അവൻ എൻ്റെ കണ്ണിലെ ആപ്പിളാണ്. വിച്ച് മീൻസ് അവൻ എനിക്ക് അത്രയും പ്രിഷ്യസ് ആണ്, വേണ്ടപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് പറയുന്നത്, അവൻ എൻ്റെ കണ്ണിലെ ആപ്പിളാണ്. ആപ്പിള് പോലെയാണ് എന്നല്ല പറയുന്നത്, ആപ്പിള് തന്നെയാണ്. അതാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടെ സ്പെഷ്യലാണ്, പ്രിഷ്യസ് ആണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർണ്ണിക്കാൻ പറ്റും. പോയറ്റ്സ് ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പോരാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു കാവ്യ ഭംഗിയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും ഇത്തരം ചില ഫിഗർ ഓഫ് സ്പീച്ചുകൾ കൊണ്ട് സാധ്യമായിരിക്കും. നമുക്ക് പഠിക്കാനുള്ള പോയുണ്ടല്ലോ, സീ ഫീവർ. അതിനകത്തുള്ള ഒരു വരി നോക്കി, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ ടു ദി വാഗ്രന്റ് ജിപ്സി ലൈഫ്. കടലിലേക്കുള്ള യാത്ര ഒരു ജിപ്സി ലൈഫ് പോലെ, ഒരു നാടോടി ജീവിതം പോലെയാണ് എന്നങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. അതുപോലെയാണ് എന്ന് പറയാതെ ഡയറക്റ്റ് നാടോടി ജീവിതവും സീയിലേക്കുള്ള ജീവിതവും എന്താണ്, യാത്രയും എന്താണ്, സമമാണ്. ഡയറക്റ്റ്ലി അങ്ങ് കമ്പയർ ചെയ്ത് വെക്കുകയാണ് ഇവിടെ. അതുപോലെയാണ് എന്ന് പറയുന്നില്ല, അതും ഇതും ഒന്ന് തന്നെയാണ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് വർണ്ണിച്ചു വെക്കുന്നു. അപ്പോൾ മക്കളെ, മെറ്റഫർ ഇന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ പണി തരാൻ പോവാണ്. സീ ഫീവറിൽ ഇത്തരത്തിലുള്ള കുറച്ച് മെറ്റഫർ വേറെയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം മെറ്റഫർ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ചുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ വീഡിയോസിനൊക്കെ വേണ്ടി മക്കൾ കാത്തിരിക്കുക. തൽക്കാലം ബൈ.